ഞാൻ അറിഞ്ഞു, അക്സെപ്റ്റ് ചെയ്തു, മുന്നോട്ട് പോയി. കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി, അടിയും കൊണ്ടു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. രണ്ട് വീട്ടുകാർ സമ്മതിക്കത്തില്ലായിരുന്നു. എന്തോ ഭാഗ്യം പോലെ ഞങ്ങളുടെ റിലേഷൻ 1 മാസം ആയപ്പോഴത്തേനെ രണ്ട് വീട്ടിലും അറിഞ്ഞു. ഭയങ്കര പ്രശ്നമായിരുന്നു. അവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് 5 വർഷം കഴിഞ്ഞപ്പോൾ രണ്ട് വീട്ടുകാരും സമ്മതിച്ചു, കല്യാണം കഴിഞ്ഞു. ഞാൻ ഇന്നലെ ചേട്ടന്റെ വീട്ടിൽ ഇരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി. PK നിനക്ക് ഇപ്പം നമ്മളെ വേണ്ടല്ലോ. PK ഇപ്പം ആരോടും മിണ്ടാതിരിക്കുകയാണ്. PK കുറച്ച് കഠിനമായ തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ് മായാവി. അല്ലേലും വരാനുള്ളത് വഴി തങ്ങില്ല. സത്യമാണ്, അത് എന്റെ കാര്യത്തിൽ സത്യമാണ്. ചേട്ടൻ പറഞ്ഞ ഞാൻ സമ്മതിക്കുന്നു. ചേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആണ്. എന്റെ കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു. അല്ലെങ്കിലും വരാനുള്ളതൊന്നും വഴി തങ്ങത്തില്ല. ഓട്ടോറിക്ഷ പിടിച്ചാണെങ്കിൽ എത്തിക്കോളും. എന്ത് സാധനം കൊണ്ട് തരുന്നത്? എന്ത് സാധനം കൊണ്ട് തരുന്നത് അങ്ങനെയൊന്നും ഇല്ല. എന്തൊക്കെയായിരുന്നു, ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. എനിക്ക് റിലേഷൻ ആവുന്നതിന് മുന്നേ ഈ കൊച്ചിനെ അറിയാവുന്നതാണ്. ഒരു ഫാമിലി മെമ്പർ ആണ്. അങ്ങനെ എങ്ങനെ ശബരിമലയ്ക്ക് എങ്ങാണ്ടേ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കീ ചെയിൻ അങ്ങനെ ചായ കുടിക്കാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം, ഞാൻ വരാം. ചായ ഒരുമിച്ച് തന്നെ പോയി കുടിക്കാം കേട്ടോ. എന്തുവാ? ചായ കുടിക്കാൻ പോവാം. ആര് ഇതിപ്പോ ചോദിച്ചു? കഴിയാറായി. കഴിയാറാകുമ്പോ ഞാൻ വരാം. ആര് ചോദിച്ച്? താഴോട്ട് നോക്കടി, വന്നിട്ട് നോക്ക്. ഞാൻ കണ്ടില്ല, എനിക്ക് വന്നില്ല. വേഗം വാ, വേഗം വരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് വരാം. അതാണ് ശ്രീല. അപ്പുറത്തെ പാർട്ണർ വിളിക്കുന്നു ചായ കുടിക്കാൻ. അത് ലൈവില് വന്ന് വിളിക്കുന്നു. ഒന്ന് നോക്കണേ ആ പുള്ളിയുടെ അവസ്ഥ, ഒന്ന് നോക്കണം. ഭയങ്കര VIP ആയിപ്പോയി. നമ്മളെ ചായ കുടിക്കാൻ ആൾക്കാരുണ്ട്. എന്റെ കെട്ടിയ മാത്രമല്ല, വിളിക്കുന്ന ആൾക്കാര്. ഓ ആയിക്കോട്ടെ. കെട്ടിയാൻ വരാൻ ഇനി 8 മണിയാവുന്നല്ലേ പറഞ്ഞത്. നമുക്കും പതുക്കെ കൊണ്ട് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ ആൾക്കാർ നിക്കുന്നു, അതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ പറയുക. നിഷാന്ത് തന്നെ ചായ കുടിക്കാൻ പോവാൻ ടൈമായി. കുറച്ചേരം ഉണ്ട്, കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം. അല്ലേല് വരാനുള്ള വഴി തങ്ങനെയാന്ന് എടുത്ത് പോയിട്ട് പിന്നൊക്കെ വന്നിട്ടില്ല കേട്ടാ. അത് ഇടയ്ക്കിടയ്ക്കുള്ള കമന്റ് അല്ല, വഴി തങ്ങില്ല, വന്നോണ്ടിരിക്കുക. പോയോ? ചേട്ടന് അടി കിട്ടിയോ ചേച്ചിക്ക് അടി കിട്ടിയോ? ചേട്ടന് അടി കിട്ടിയില്ല, ചേച്ചിക്ക് ഇഷ്ടംപോലെ കിട്ടി. ചേട്ടൻ എന്തെങ്കിലും കൊള്ളാം, ചേട്ടൻ എന്തെങ്കിലും അടിക്കടി കൊള്ളുന്നത്. എല്ലാ ചേച്ചിക്കാണ് കൊണ്ടത്. ഇഷ്ടംപോലെ കിട്ടി. എവിടെ നിന്നൊക്കെയാണ് കിട്ടിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. എത്ര പേര് എന്നെ അടിക്കണം, ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ അടിക്കാൻ. ഞാനിവിടെ തട്ടുകട തുടങ്ങിയാലേ കുറെ ആൾക്കാരുണ്ടല്ലോ. നീ കണ്ണ് വെക്കല്, നീ കണ്ണ് വെച്ച ആൾക്കാരെങ്ങനെ കുറഞ്ഞിട്ട് നിന്നെ തലക്കിട്ടിയാൻ തരുന്ന നോക്കിയോ. ആരുടേത് കിട്ടി? അതിപ്പോ പറയുന്നില്ല. അത് ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫാമിലി പേഴ്സണിന് കിട്ടി. അതിനെ അവർ കുറ്റം പറയുന്നില്ല, കാരണം സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത്. പിന്നെ സ്റ്റിൽ ഞാൻ അതിൽ തന്നെ നിന്നത് കൊണ്ടും റിലേഷൻ മനസ്സിലായത് കൊണ്ടും ആ കൊച്ചു വന്ന് വീട്ടിൽ സംസാരിച്ചത് കൊണ്ടും നടന്നു. അല്ലാതെ ഇപ്പോഴത്തെ പിള്ളേര് ചെയ്യുന്ന കണക്ക് വീട്ടിൽ നിന്ന് ഒന്ന് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ചാടി ബാഗും പിടിച്ചോണ്ട് പോവാനൊന്നും ഞാൻ നിന്നില്ല. എനിക്ക് PG കൂടി ചെയ്തിട്ടൊക്കെ മതി എന്നായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി എന്നായിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് രണ്ടുപേർക്കും ഞങ്ങളെ കെട്ടിച്ചേ മതിയാവുള്ളൂ. അവസാനം ഞങ്ങളെ കെട്ടി. ചേട്ടന്റെ വീട്ടുകാരല്ല അടിച്ചത്, ചേട്ടന്റെ വീട്ടുകാർ അടിച്ചില്ല. ചേട്ടന്റെ വീട്ടുകാർ അടിച്ചേ ഇല്ല. എടാ അത് വീട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അവരുടെ ബാധ്യതയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു തെറ്റ് ചെയ്യുവാണെന്ന് തോന്നുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടുകാർ ആദ്യം ഉപദേശിക്കും. വീണ്ടും നമ്മൾ ആ തെറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് അവര് കമ്പെടുക്കും. അതുപോലെയുള്ളു. പക്ഷെ തെറ്റല്ല, ശരിയാണെന്ന് മനസ്സിലാക്കാൻ അവർക്കും ടൈം എടുക്കും, ഈ ചെയ്യുന്നവർക്കും ടൈം എടുക്കും. അത്രേ ഉള്ളൂ, അങ്ങനെ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. എല്ലാ റിലേഷനിലും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അല്ലാതെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നതിൽ കുറച്ച് ചുരുക്കം മാത്രമേ ഉള്ളാവൂ. സിജിന, ഹായ് സിജിന.